Hi friends, welcome back. Poco F4. ഈ ഒരു ഫോൺ വാങ്ങിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. കാരണം ഇതിന്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ അത്രയും നല്ലതാണ്. പക്ഷെ അത് വാങ്ങിക്കുന്നതിന് മുൻപ് ഇത് എങ്ങനെയുണ്ടെന്ന് യൂസ് ചെയ്ത എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാം. കണ്ടു നോക്കുക. ഗെയിമിംഗ്, ക്യാമറ, പെർഫോമൻസ്, ഡിസൈൻ, കംഫർട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. കണ്ടു നോക്കിയിട്ട് മാത്രം പർച്ചേസ് ചെയ്യുക. കാരണം പോക്കോയുടെ എക്സ്പീരിയൻസ് കഴിഞ്ഞ കുറച്ച് സമയങ്ങളായിട്ട് അത്ര നല്ലതല്ല. സോ ഇതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പോക്കോ നമുക്കൊരു ഇൻവൈറ്റും ഒരു വലിയ ബോക്സും ഒക്കെ കുറച്ച് ദിവസം മുമ്പ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ സെപ്പറേറ്റ് വീഡിയോ ഒന്നും ചെയ്തില്ല. വേറെ ഒന്നുമില്ല, ഒരു ഇൻവൈറ്റ് ആണത്. അതിനകത്ത് കുറച്ച് ഗിഫ്റ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. കുറച്ച് പോപ്കോണും അതേപോലെ തന്നെ കുറച്ച് ചോക്ലേറ്റ്സും ഒക്കെ അടങ്ങുന്ന ഒരു ബോക്സ് ആണ്. വേറെ ഒന്നുമില്ല ഈ ബോക്സിനകത്ത്. നമുക്ക് ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. പോക്കോ F4ന്റെ ബോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് പോക്കോ F4ന്റെ ബോക്സ്. യൂഷ്വൽ ആയ പോക്കോ ഫോണുകളുടെ ബോക്സ് തന്നെ നമുക്ക് ഇവിടെ കാണാം. പോക്കോ F4 ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബോക്സിനകത്ത് പോക്കോ F4 എന്ന ഫോൺ നല്ല ഡിസൈനുള്ള നല്ലൊരു ഫോൺ തന്നെയാണ്. ഫോണിലേക്ക് വരാം. അതിനു മുമ്പ് 67 വാട്ടിന്റെ ഒരു ചാർജർ വരുന്നുണ്ട്. ഒരു നല്ല ക്വാളിറ്റി കേസ് ഉൾപ്പെടുന്നുണ്ട്. കുറച്ച് ഡോക്യുമെന്റ്സ് ഉണ്ട്. സിം ടൂൾ വരുന്നുണ്ട്. 3.5mm ജാക്ക് ഈ ഫോണിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു അഡാപ്റ്ററും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് സി കേബിളും ഉൾപ്പെടുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. അതൊക്കെ മാറ്റി വെച്ചാൽ ഫോണിലേക്ക് വരാം. സോ അപ്പോൾ ഇതാണ് പോക്കോ F4. കാണാനുള്ള ഡിസൈനിന്റെ ഭംഗിയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നന്നായിട്ടുണ്ട്, മോശമൊന്നും പറയാനില്ല. ഗ്ലാസ് ഡിസൈൻ ആണ് വരുന്നത്. ഫ്രണ്ട് സൈഡിൽ ഗോറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. റിയർ സൈഡിലെ പ്രൊട്ടക്ഷൻ എന്താണെന്ന് എനിക്ക് വ്യക്തമല്ല. ബട്ട് എന്തായാലും നല്ല ഡിസൈൻ ഉണ്ട്. കയ്യിൽ പിടിക്കുമ്പോഴും നല്ല സ്ട്രോങ് ആയ ഒരു ഗുഡ് ക്വാളിറ്റി ഫോൺ കയ്യിൽ പിടിക്കുന്ന ഫീൽ വരുന്നുണ്ട്. ഇതിന്റെ തിക്നെസ് നോക്കിയാൽ 7.7mm മാത്രമാണ്. വളരെ തിക്നെസ് കുറഞ്ഞ വളരെ സ്ലിം ആയ ഒരു ഫോൺ തന്നെയാണ്. ഒരു ഗെയിമിംഗ് ഫോൺ ആയിട്ട് കൂടി സ്ലിം ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു. സോ ഓവറോൾ കാണാനും കയ്യിൽ പിടിക്കാനും ഒക്കെ നന്നായിട്ടുണ്ട്. പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കി കഴിഞ്ഞാൽ താഴെ ഡുവൽ നാനോ സിമ്മിന്റെ സ്ലോട്ടാണ് വരുന്നത്. 2 സിമ്മും മെമ്മറി കാർഡിന്റെ ഓപ്ഷൻ ഇല്ല. മെയിൻ മൈക്രോഫോൺ ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ പവർ ബട്ടൺ, ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്ത് വരുന്നു. വോളിയം ബട്ടണും കാണാം. ലെഫ്റ്റ് സൈഡ് ക്ലീൻ ആണ്, പ്രത്യേകിച്ച് ഒന്നുമില്ല. ടോപ്പ് സൈഡിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, സ്പീക്കർ, IR ബ്ലാസ്റ്റർ. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ആണ് വരുന്നത്. അതിന്റെ ക്വാളിറ്റി ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കേൾക്കാം. സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ക്വാളിറ്റി ഇരിക്കുന്നത്. ഓവറോൾ നന്നായിട്ടുണ്ട് ഡുവൽ സ്റ്റീരിയോ സ്പീക്കറിന്റെ പെർഫോമൻസ്. ഫ്രണ്ടിലെ ഡിസ്പ്ലേ നിങ്ങൾക്ക് കാണാം. നല്ല ഒരു സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഉള്ള ഡിസ്പ്ലേ ആണ്. വളരെ ചെറിയ രീതിയിലുള്ളൊരു ബെസിൽസും കാര്യങ്ങളൊക്കെയാണ്. ചിഹ്ന കാര്യങ്ങളെല്ലാം നോക്കിയാലും വളരെ ഒരു മോഡേൺ ട്രെൻഡി ആയ, വലിയ തിക്നെസ് ഒന്നും ഇല്ലാത്ത വളരെ സ്ലിം ആയ ബെസിൽസ് ഉള്ള ഒരു ഫോണാണ്. സോ ഓവറോൾ ഇത് കാണാൻ വളരെ നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് പറയാനുള്ള പോരായ്മ, ഇതിൽ നമുക്ക് 3.5mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. മെമ്മറി കാർഡിന്റെ ഓപ്ഷൻ ഇല്ല. ഈ 2 കാര്യം മനസ്സിൽ ഓർത്ത് വെക്കുക. ഇത് രണ്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ല ഫോൺ ആയിരിക്കാൻ സാധ്യതയില്ല. ഇനി ഇതിന്റെ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന മികച്ച ഒരു പ്രൊസസറാണ്. LPDDR5 റാമും UFS 3.1 സ്റ്റോറേജും ഉണ്ട്. 12 GB വരെയുള്ള റാം അവൈലബിൾ ആണ്. സോ ടോട്ടലി നല്ല ഒരു സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. സ്പെക്ക് വൈസ് ഓവറോൾ പെർഫോമൻസിലൊന്നും യാതൊരു ഇഷ്യൂസും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ നൈസായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. സോ പക്ക സ്മൂത്ത് ആണ്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ വരാൻ പോകുന്ന ഒരു കാര്യം, തുടക്കത്തിലൊക്കെ ഉണ്ടാവും, അപ്ഡേറ്റ് വന്നു കഴിയുമ്പോഴാണ് പണി പാളുക എന്നല്ലേ. ചിലപ്പോൾ സംഭവിച്ചേക്കാം. പക്ഷേ ഇപ്പോഴേക്ക് വളരെ സ്മൂത്ത് ആയ ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണുന്നത്. ഡാർക്ക് മോഡൊക്കെ ഇട്ട് നോക്കുമ്പോൾ വളരെ നൈസായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ഒരു ഇഷ്യൂ ഇല്ല. MIUI 13 ആണ് വരുന്നത്. ആൻഡ്രോയിഡ് 12 ബേസ്ഡ് ആണ്. 10 5G ബാൻഡുകളും കാര്യങ്ങളുണ്ട്. NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാവിക്കിന്റെ സപ്പോർട്ട് ഉണ്ട്. ബ്ലൂടൂത്ത് 5.2, X-ആക്സിസ് ലിനിയർ വൈബ്രേഷൻ മോട്ടറും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ബ്ലോട്ട് വയേഴ്സിന്റെ ലെവൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. കുറച്ചൊക്കെ ഉണ്ട്. ഞാനിതിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം, അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റുന്നതൊക്കെ കളയാം. ഇതിൽ ഞാനിട്ടിരിക്കുന്ന ക്യാമറ ടു API അതൊക്കെ എൻ്റെ അപ്ലിക്കേഷൻ ആണോ, DRM അതൊന്നും അവരുടെയല്ല. എങ്കിലും മൊത്തം ഞാനൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ വന്നിട്ടുള്ള അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ അപ്ലിക്കേഷനുകളും അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുമ്പോൾ ഈ കാണുന്ന പോലെ ഇത്രയും അപ്ലിക്കേഷനുകളാണ് ബാക്കിയാവുക. BGMI നമ്മുടെ സ്വന്തം അപ്ലിക്കേഷനാണ്. ബാക്കിയുള്ള അപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് കാണാം. സോ വലിയൊരു ബ്ലോട്ട് വയർ ശല്യമൊന്നും ഇതിനകത്ത് കാണാനില്ല. കുഴപ്പമില്ലാത്ത ഡീസൻ്റ് ആയ ഒരു സെറ്റപ്പാണ്. പിന്നെ ഇതിനകത്ത് പരസ്യങ്ങൾ വരുന്നില്ല കേട്ടോ. അതായത് നോർമലി ഞാനിപ്പോൾ സെറ്റപ്പ് ചെയ്തെടുത്തപ്പോൾ ഒരു പരസ്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാനൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഒരു ചെക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് സംഭവം വരുന്നുണ്ട്. സാധാരണഗതിയിൽ ഇവിടെ പരസ്യം വരാറുള്ളതാണ്. പക്ഷേ ഇവിടെ പരസ്യം വരുന്നില്ല. സോ ഈ ഫോണിൽ പരസ്യങ്ങളില്ല എന്ന് പ്രതീക്ഷിക്കാം ഇപ്പോഴേക്കെങ്കിലും. പിന്നെ ഇതിൻ്റെ വൈഫൈ സ്പീഡൊക്കെ നിങ്ങൾക്ക് കാണാം. നെറ്റ്വർക്കിലൊന്നും ഇഷ്യൂസ് ഇല്ല. ഞാൻ വൈഫൈ എൻ്റെ 100 MB/s വൈഫൈ ആണ്. നമ്മളിത് സ്പീഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 100 MB അതിന് മുകളിൽ കാണിക്കുന്നുണ്ട്. സോ വൈഫൈ കണക്ഷനിലൊന്നും കാര്യങ്ങളൊന്നും ഒരു ഇഷ്യൂസും ഇല്ല. പക്ക സെറ്റപ്പാണ്. ഗെയിമിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ കാണുന്ന പോലെ നമുക്ക് നൈസായിട്ട് ഗെയിം കളിക്കാം. യാതൊരു ഇഷ്യൂ ഇല്ല. എനിക്ക് ഓവർ ഹീറ്റിംഗ് പോലുള്ള കാര്യങ്ങളൊന്നും തോന്നിയില്ല. ലിക്വിഡ് കൂളിംഗ് 2.0 എന്ന് പറയുന്ന ഒരു സംവിധാനം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതായത് കൂളിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടെന്ന് സാരം. ഓവർ ഹീറ്റിംഗ് ഒന്നും നമുക്ക് ഫേസ് ചെയ്തില്ല. BGMIയുടെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ സ്മൂത്ത് ആണ് ഗെയിം പ്ലേ. ഒരു തരത്തിലുള്ള ഇഷ്യൂസും ഇല്ല. ഞാൻ ബൂട്ട് ക്യാമ്പ് പോലുള്ള സ്ഥലങ്ങളിൽ പലവട്ടം ഇറങ്ങി ചെക്ക് ചെയ്ത് നോക്കി ഇതിൽ ലാഗ് വരുന്നുണ്ടോയെന്ന്. ലാഗൊന്നും വന്നില്ല. വളരെ നൈസായിട്ട് കളിക്കാൻ പറ്റി.
ഇപ്പോഴേക്ക് വളരെ പക്ക പെർഫോമൻസ് ആണെന്ന് സാരം. ഗെയിമിൽ ഇപ്പോഴേക്ക് 90 FPS വരുന്നില്ല. സ്മൂത്ത് എക്സ്ട്രീം, ബാലൻസ്ഡ് എക്സ്ട്രീം, HDR വരെ എക്സ്ട്രീം കിട്ടുന്നുണ്ട്. സ്മൂത്ത് എക്സ്ട്രീമിലാണ് ഞാൻ ബൂട്ട് ക്യാമ്പ് ലാൻഡിംഗ് ഒക്കെ ചെയ്ത് നോക്കിയത്. എല്ലാം നന്നായിട്ടുണ്ട്. ഗെയിം കളിക്കുമ്പോൾ 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്ക് ഓവറോൾ ഗെയിം എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. പിന്നെ 90 FPS കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴേക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അവർ ഷെയർ ചെയ്തിട്ടില്ല. എന്തായാലും ഇപ്പോഴേക്കുള്ളത് എക്സ്ട്രീം വരെയാണ്, 60 FPS ആണ്. അതിൽ നൈസായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. സോ ഇതാണ് ഇതിന്റെ ഗെയിമിങ്ങിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഓവർ ഹീറ്റിംഗ് ഇല്ലാതെ നൈസായിട്ട് കളിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വരാൻ പോകുന്നൊരു ഡൗട്ട്, അപ്ഡേറ്റ് ഒക്കെ വരുമ്പോഴാണ് പ്രശ്നമാവാന്നുള്ളതാണ്. എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ടെങ്കിലും ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. നമ്മുടെ കയ്യിലുള്ള പോക്കോ ഫോണുകൾക്കൊന്നും ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. ബട്ട് അത് ഒരുപാട് പേർക്ക് പ്രശ്നമായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് കൊണ്ട് ഇതിനങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ ഇൻഫോം ചെയ്യാം. ഇപ്പോഴേക്ക് പക്ക കണ്ടീഷനാണ്. ഇനി ഇതിന്റെ സാർ വാല്യൂ നോക്കി കഴിഞ്ഞാൽ ഹെഡ് സാർ വാല്യൂ 0.840 ആണ്, ബോഡി സാർ വാല്യൂ 0.812 ആണ്. രണ്ടും ഓക്കെ ആണ്. ഡിസ്പ്ലേ നിങ്ങൾക്ക് ഇവിടെ കാണാം, നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. E4 AMOLED ഡിസ്പ്ലേ ആണ്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റ് ഉണ്ട്, 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്, 1300 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ്, MEMC ടെക്നോളജി, ഡോൾബി അറ്റ്മോസ്, ഡോൾബി വിഷൻ പോലുള്ള കാര്യങ്ങൾ എല്ലാം കൊണ്ടും വളരെ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. യൂട്യൂബിലൊക്കെ നമുക്ക് 4K HDR അത്രയും വരെയും നമുക്ക് കാണാൻ പറ്റും. യാതൊരു ഇഷ്യൂ ഇല്ല. എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ യൂട്യൂബിലെ വീഡിയോ പ്ലേബാക്കിന് യാതൊരു ഇഷ്യൂസും ഇല്ല. വൈഡ് വൈൻ 11 സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. സോ ആമസോൺ, നെറ്റ്ഫ്ലിക്സിൽ നിന്നൊക്കെ കണ്ടന്റുകൾ ഈസി ആയിട്ട് സ്ട്രീം ചെയ്ത് കാണാം. പിന്നെ ഈ ഡിസ്പ്ലേയിൽ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു ഫീച്ചറും ആവശ്യാനുസരണം ഉപയോഗിക്കാം. ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 64 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും കൂടെ ചേർത്തുകൊണ്ട് നല്ല ക്വാളിറ്റി തരുമെന്നാണ് പറയുന്നത്. നമുക്ക് കണ്ടു നോക്കാം. 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്, 2 മെഗാ പിക്സലിന്റെ മാക്രോ സെൻസറും. അങ്ങനെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് ഇതിലുള്ളത്. ഫ്രണ്ടിൽ 20 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. നല്ല ക്വാളിറ്റി ക്യാമറയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം റിസൾട്ടുകൾ. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും കൂടി ചേർത്തുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു സ്റ്റെബിലൈസേഷൻ നമുക്ക് ഇതിന്റെ ക്യാമറ തരുന്നുണ്ട്. വീഡിയോ ക്വാളിറ്റി നന്നായിട്ടുണ്ട്. ഞാൻ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ എടുത്ത ഒരു സ്റ്റെബിലൈസേഷൻ ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസ് ആണ് കിട്ടുന്നത്. സെൽഫി ക്യാമറയിലും വീഡിയോ ക്വാളിറ്റിയും നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റെബിലൈസേഷനും വളരെ നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ആ സ്റ്റെബിലൈസേഷൻ്റെ ലെവൽ. ഞാൻ നടക്കുമ്പോൾ ആ ഒരു സ്മൂത്ത്നെസ് ഒക്കെ കാണാം. സോ ടോട്ടൽ ഇതിന്റെ ക്യാമറ, ഫ്രണ്ട് ക്യാമറ ആയാലും ബാക്ക് ക്യാമറ ആയാലും നന്നായിട്ടുണ്ട്. ഫ്രണ്ട് ക്യാമറ ഫുൾ HD 30 ഫ്രെയിം പെർ സെക്കൻഡ് ആണ് മാക്സിമം. ബാക്ക് ക്യാമറ 4K 60 FPS വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് 4K 30 FPS ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും അതിന്റെ റിസൾട്ട്. ഇത് ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിൽ ഒരു വീഡിയോ ക്വാളിറ്റിയാണ്. നല്ല ലൈറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസ് കിട്ടും. ഇമേജുകളിലേക്ക് വന്നാലും നല്ല ക്വാളിറ്റി ഉണ്ട്. ഡേലൈറ്റ് ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് മെയിൻ ക്യാമറ ആയാലും വൈഡ് ആംഗിൾ ക്യാമറ ആയാലും സെൽഫി ക്യാമറ ആയാലും നല്ല ക്വാളിറ്റിയുള്ള ഡേലൈറ്റ് ഇമേജുകൾ നമുക്കിതിന്റെ ക്യാമറ കൊണ്ട് എടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഇത് ഓക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് താല്പര്യമായോ എന്നുള്ളത് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ഇമേജുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ടോട്ടലി നല്ല ക്വാളിറ്റി ഇമേജുകളാണ് ഇതിന്റെ ക്യാമറ നമുക്ക് തരുന്നത്. ഇപ്പോഴേക്ക് ഞാൻ എടുത്ത സാമ്പിളുകളിൽ നിന്നൊക്കെ എനിക്ക് ഓവറോൾ ഇതിന്റെ ക്യാമറ ഇഷ്ടപ്പെട്ടു. ഇനി തേർഡ് പാർട്ടി ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ക്യാമറ ടു API ലെവൽ 3 തന്നെ കൊടുത്തിട്ടുണ്ട്. 4500 mAhന്റെ ബാറ്ററിയാണ്. ബാറ്ററി ലൈഫിലൊന്നും എനിക്ക് ഒരു ഇഷ്യൂ തോന്നിയില്ല. ഒരു ദിവസമൊക്കെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. ഗെയിം കളിക്കുമ്പോഴും ഓവർ ബാറ്ററി ഡ്രെയിൻ ഒന്നും തോന്നിയില്ല. ഡീസന്റ് ആയ ബാറ്ററി ലൈഫ് ഉണ്ട്. 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. പക്ക കണ്ടീഷനാണ്. യാതൊരു ഇഷ്യൂ ഇല്ല. 50% ഒക്കെ ഒരു 10-13 മിനിറ്റ് 14 മിനിറ്റ് കൊണ്ടൊക്കെ ഈസി ആയിട്ട് ചാർജ് ആവുന്നുണ്ട്. 100% ആവാൻ ആകെ 37-40 അല്ലെങ്കിൽ 45 മിനിറ്റിനുള്ളിൽ ഈസി ആയിട്ട് 100% ചാർജ് ആവുന്നുണ്ട്. സോ നല്ല ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആവുന്നുണ്ട്. നല്ല ബാറ്ററി ലൈഫും ഉണ്ട്. ബാറ്ററിയുടെ മേഖലയിൽ ഞാൻ ഓക്കെയാണ്. ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസറിന്റെ ഒക്കെ ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. വളരെ സ്മൂത്ത് ആണ്. യാതൊരു ഇഷ്യൂസും നമുക്ക് വരുന്നില്ല. അതേപോലെ തന്നെ ഫേസ് അൺലോക്കും വളരെ ഡീസന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയും പ്രശ്നമൊന്നുമില്ല. സോ ടോട്ടലി ഈ ഒരു ഫോൺ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് യാതൊരുവിധ ഇഷ്യൂസും ഇപ്പോഴേക്ക് ഫേസ് ചെയ്യുന്നില്ല. വളരെ നന്നായിട്ടുണ്ട്. പോക്കോ F4 എടുക്കാമോ എന്ന് ചോദിച്ചാൽ ഓക്കെയാണ്. ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളിവിടെ കണ്ട പോലെ എല്ലാം പക്കയാണ്. അതുകൊണ്ട് ഇപ്പോഴേക്ക് ഇത് നന്നായിട്ടുണ്ട്, എടുക്കാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ 2 വട്ടം ചിന്തിച്ചോളൂ. ഇതിന്റെ പ്രൈസ് എനിക്ക് ഇപ്പോഴേക്ക് അറിയില്ല. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് അറിയില്ല. ഇതിന്റെ പ്രൈസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കണ്ടു നോക്കുക. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ കൊടുക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.